സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നവോദയ സെലക്ഷൻ ടെസ്റ്റിന് വന്ന് 2025 വന്നൊരു ക്വസ്റ്റ്യനാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ബാക്കിയാണ് ഇന്ന് ചെയ്യുന്നത്. ഇതുണ്ട്, വിച്ച് ഓഫ് ദ ഫോളോവിങ് റെക്റ്റാങ്കിൾ ഹാസ് മാക്സിമം ഏരിയ ആൻഡ് ഹൗ മച്ച് ഈസ് ദ മാക്സിമം ഏരിയ. അപ്പോൾ ഏതിനാണ് മാക്സിമം ഏരിയ, അത് എത്രമാത്രം ഉണ്ടെന്നാണ് ചോദ്യം. അപ്പോൾ എല്ലാത്തിൻ്റെയും ഏരിയ കണ്ടുപിടിക്കണം. അപ്പം റെക്റ്റാങ്കിൾ ഫസ്റ്റ്, റെക്റ്റാങ്കിൾ എയുടെ ഏരിയ ആദ്യം നമുക്കൊന്ന് കണ്ടു നോക്കാം. എത്രയാണ് റെക്റ്റാങ്കിൾ എ 1ൻ്റെ ഏരിയ എന്ന് നോക്കാം. റെക്റ്റാങ്കിൾ എ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഏരിയ ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ബി. ഇപ്പോൾ ഫസ്റ്റിൻ്റെ എൽ ഇൻറ്റു ബി 10 ഇൻറ്റു 18 വരും. അപ്പോൾ എത്ര വരും? 180 സ്ക്വയർ സെൻറ്റിമീറ്റർ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി ബിയുടെ ഏരിയ കാണാൻ ഈസ് ഈക്വൽ ടു 14 ഇൻറ്റു 14, അപ്പം 196 വരും. 14 ഇൻറ്റു 14 ഈസ് ഈക്വൽ ടു 196 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി സിയുടെ ഏരിയ കാണാൻ സിയുടെ ഏരിയ 12 ഇൻറ്റു 6, 12 ഇൻറ്റു 16 വരും. 12 ഇൻറ്റു 16 192 വരും. 192 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി നാലാമത്തെ ഡിയുടെ ഏരിയ 17 ഇൻറ്റു 11, 17 ഇൻറ്റു 11 ഈസ് ഈക്വൽ ടു 187. അപ്പം ഏറ്റവും കൂടുതൽ 196 ആണ്. അപ്പം അതിൻ്റെ ബി എന്നുള്ളതാണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. ഇനി അടുത്തത്, വാട്ട് ഷുഡ് ബി സബ്സ്ട്രാക്റ്റഡ് ഫ്രം 33/40 ടു ഗെറ്റ് 11/40. അപ്പോൾ എന്ത് ചെയ്യണം? 33/40 നിന്ന് മൈനസ് 11/40 കുറച്ചാൽ മതി. 40 കുറച്ചു. ഈസ് ഈക്വൽ ടു 22/40 വരും. ഇനി ഒന്നുകൂടെ മിനിമൈസ് ചെയ്ത് വയ്ക്കണം. അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് കിടക്കുന്ന 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 11/20 ആണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ. ഇനി അടുത്തത്, എ സ്ക്വയർ പാർക്ക് ഈസ്, നമ്മളിത് കുറേ പ്രാവശ്യം ചെയ്തിട്ടുള്ളതാണ്. ഇതുപോലത്തെ ഒരു ക്വസ്റ്റൻ ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് വരും. ഒരു സ്ക്വയർ പാർക്ക് 50 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും സ്ക്വയർ അല്ലേ. ദർ ഇസ് എ പാത്ത് 2.5 സെൻറ്റിമീറ്ററിൽ ഒരു പാത്തുണ്ട്. 2 സൈഡിലും പാത്തുണ്ട്. അപ്പം ഇൻസൈഡ് അകത്താണ്. അപ്പം കുറയുവാണ് ചെയ്യേണ്ടത്. അകത്തിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും കുറയും. ഈ 2.5 2 സൈഡിലും 5 കുറയും. അപ്പോൾ 50 നിന്ന് 5 കുറച്ച് കഴിയുമ്പോൾ 45 സെൻറ്റിമീറ്റർ വരും. അതിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും 45 സെൻറ്റിമീറ്റർ വരും. അപ്പം നമുക്ക് വലിയ സ്ക്വയറിൻ്റെ ഏരിയ ആദ്യം കണ്ടുപിടിക്കണം. ഏരിയ ഓഫ് ബിഗ് സ്ക്വയർ, അതായത് പുറത്തെ സ്ക്വയറിൻ്റെ ഏരിയ ആദ്യം കണ്ടുപിടിക്കണം. ഏരിയ ബിഗ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 50 ഇൻറ്റു 50 വരും. ഈസ് ഈക്വൽ ടു 2500 മീറ്റർ സ്ക്വയർ വരും. ഇനി ഏരിയ ഓഫ് സ്മോൾ സ്ക്വയർ, ചെറിയ അകത്തെ സ്ക്വയറിൻ്റെ ഏരിയ ഓഫ് സ്മോൾ സ്ക്വയർ, അകത്തെ സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. സ്മോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഏരിയ ഓഫ് സ്മോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 45 ഇൻറ്റു 45 ഇൻറ്റു 45 വരും. അതായത് 2025. അപ്പോൾ ഏരിയ ഓഫ് ദ പാത്ത് നോക്കാം. ഏരിയ ഓഫ് ദി പാത്ത് ഈസ് ഈക്വൽ ടു 2500 മൈനസ് 2025. 2500 നിന്ന് 2025 കുറച്ചാൽ 475 മീറ്റർ സ്ക്വയർ വരും. ഇനി ഇവിടെ ചോദ്യം ഇതാണ്, ഒരു സ്ക്വയർ മീറ്ററിന് 10 രൂപ വെച്ച് അത് ആ പാത്ത് ലെവൽ ചെയ്യാൻ, മണ്ണിടാൻ അത്ര കോസ്റ്റാണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ലെവലിംഗ്, അത് ലെവൽ ചെയ്യാനുള്ള കോസ്റ്റ് ഓഫ് ലെവലിംഗ് ഈസ് ഈക്വൽ ടു 475 ഇൻറ്റു 10 ഈസ് ഈക്വൽ ടു 4750 റുപ്പീസ് 4750 വരും. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇത് ചെയ്ത് പഠിക്കുക. ഇനി അടുത്ത ക്വസ്റ്റിന്, സിംപ്ലിഫിക്കേഷനാണ് അടുത്തത്. 5/22 പ്ലസ് 7/22, ഈ പ്ലസ് ഉള്ളതെല്ലാം കൂടെ വേണം ആഡ് ചെയ്യാൻ ആദ്യം. പ്ലസ് 9/22, പ്ലസ് സൈൻ സൈഡിൽ കിടക്കുന്നതെല്ലാം ആദ്യം എടുത്തെഴുതുക. പ്ലസ് സൈൻ സൈഡിൽ കിടക്കുന്നതെല്ലാം മൈനസ് 3/22 മൈനസ് 1/22. അപ്പം 3യും 1ഉം കൂടെ കൂട്ടാം നമുക്ക്. 4
7 5 12 9 21. 21 മൈനസ് 21/22 മൈനസ് 4/22. അപ്പോൾ 21 4 അല്ലെങ്കിൽ 3 നിന്ന് 1 കുറച്ചാലും മതി, അല്ലെങ്കിൽ 4/22. അപ്പോൾ 21 4 പോയാൽ 17/22. ഇതാണ് എൻ്റെ ഫൈനൽ ആൻസർ. അപ്പോൾ ഈ 4 ക്വസ്റ്റ്യനും ബുക്കിലേക്ക് ചെയ്യുക, വീണ്ടും വീണ്ടും ചെയ്ത് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുക. ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു.